ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് അലിൻ. ഞാൻ പന്തളത്ത് നിന്നാണ് വരുന്നത്. ഞാനൊരു ഓർത്തഡോക്സ് സഭാംഗമാണ്. ഞാൻ കൃപാസനത്തിൽ ആദ്യമായി വരുന്നത് എൻ്റെ കസിൻ പറഞ്ഞിട്ടാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. അത് 2023 അവളിവിടെ ഉടമ്പടി എടുത്തിട്ടുള്ള ആളാണ്. ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് ഉടമ്പടി എടുക്കാനുള്ള ധൈര്യം ആദ്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. അതെല്ലാം പാലിക്കണം, അതെല്ലാം എനിക്ക് സാധിക്കുമോ എന്നുള്ള ഭയം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചിരുന്നില്ല. ഞങ്ങൾ ഫാമിലിയായിട്ട് എല്ലാവരും ഇവിടെ വന്നു, പള്ളിയിൽ വന്നു. നോർമലി പള്ളിയിൽ വരുന്ന മാതിരി വന്ന് പ്രാർത്ഥിച്ച് പോയി. അത് കഴിഞ്ഞ് ഞാൻ അന്ന് രാത്രി നോർമൽ ഒരു ഡേ ആയിരുന്നു. എനിക്ക് ആക്ച്വലി 10 വർഷമായിട്ട് എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ്. സിസേറിയൻ ആയിരുന്നത് കൊണ്ട് ആദ്യമൊക്കെ കുറേ മരുന്നൊക്കെ എടുത്തെങ്കിലും ഡോക്ടർമാർ പറയുന്ന അതാണ് സിസേറിയൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. സോ അത് ലൈഫ് ടൈം നമ്മുടെ കൂടെ ഉണ്ടാവും. ആ ഒരു രീതിക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ആദ്യമൊക്കെ മരുന്ന് എടുത്തെങ്കിലും പിന്നെ അങ്ങനെ മരുന്ന് എടുക്കാതായി. കാരണം അത് എന്നും നമ്മുടെ കൂടെ ഉണ്ടാവുമല്ലോ, നമ്മളത് പിന്നെ പ്രത്യേകിച്ച് മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ആ ഒരു ചിന്തയിലിരിക്കുമായിരുന്നു. ഞങ്ങളിവിടുന്ന് പോയി. അന്ന് എനിക്ക് നടുവേദന എന്ന് പറഞ്ഞാൽ കാലത്ത് എണീക്കുമ്പോൾ ഒരു അരമണിക്കൂറോളം ഒരു കൂനി ഒന്ന് നടന്നിട്ടേ ഒന്ന് നിവർന്ന് നിൽക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനും എന്തെങ്കിലും വർക്കൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാനും എന്നാലേ സാധിക്കുള്ളൂ. ഞാൻ ഇവിടെ പള്ളിയിൽ വന്നിട്ട് പോയി. പിറ്റേ ദിവസം വെളുപ്പിനെ എഴുന്നേറ്റപ്പോൾ തന്നെ ആസ് യൂഷ്വൽ നടുവേദനയുണ്ട്. ഞാൻ നടുവിന് എൻ്റെ കൈ വെച്ചിട്ട് എൻ്റെ മാതാവേന്ന് പറഞ്ഞ് ഞാൻ നിവർന്നു. അന്ന് മുതൽ എനിക്ക് ഇന്ന് വരെ ആ നടുവേദന ഉണ്ടായിട്ടില്ല. ആ ഒരു ഒറ്റ നിവരലിനോട് കൂടെ എൻ്റെ 10 വർഷമായിട്ടുണ്ടായിരുന്ന നടുവേദന മാറിക്കിട്ടി. എനിക്ക് സത്യം പറഞ്ഞാൽ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ 10 വർഷം കൊണ്ട് സാധിക്കാത്തത് ഒരൊറ്റ രാത്രി കൊണ്ടാണ് എനിക്ക് സാധിച്ചു തന്നത്. അതോടുകൂടി ഞാൻ തീരുമാനിച്ചു, ഞാൻ ഉടമ്പടി എടുക്കേണ്ടവളാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അച്ഛൻ പറയാറുള്ള പോലെ ദൈവത്താൽ വിളിക്കപ്പെട്ടാലല്ലാതെ ഈ സന്നിധിയിലേക്ക് ആരും കടന്നു വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തൊക്കെ വന്നാലും, എന്തൊക്കെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും ഞാൻ ഉടമ്പടി എടുക്കുമെന്ന് തീരുമാനിച്ചു. 2023 നവംബർ 5 ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി ആദ്യമൊക്കെ എങ്ങനെയാണ് നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് അറിയില്ല എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ധ്യാനം കൂടാറുണ്ട്, അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ട്, ഡെയിലിയുള്ള പ്രാർത്ഥനയിൽ പങ്കെടുക്കാറുണ്ട്. ആ ഒരു രീതിക്കാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ആ ഫസ്റ്റ് ഉടമ്പടി കഴിഞ്ഞ് 90 ദിവസം കഴിഞ്ഞ് അടുത്ത ഉടമ്പടി പുതുക്കലും എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഓരോന്നായിട്ട് മനസ്സിലായി തുടങ്ങിയത്. കാരണം ഇത് പ്രാർത്ഥന മാത്രമല്ല, പ്രവൃത്തി കൂടെയാണ് ഉടമ്പടിയിൽ വരുന്നത് എന്നുള്ളത്. അങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഞാനൊരു 17 വർഷം കൊണ്ട് ബാങ്കിങ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഒരു പ്രൈവറ്റ് സെക്ടർ ബാങ്കിൽ ബ്രാഞ്ച് മാനേജറായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. സോ പുറമേ കാണുമ്പോൾ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജോലിയാണെങ്കിലും ബാങ്കിങ് മേഖലയിലുള്ളവർക്കറിയാം അത് എത്രമാത്രം മെൻ്റൽ സ്ട്രെസ്സും മെൻ്റൽ ഹരാസ്മെൻറ്റും ഉള്ള ജോലിയാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രഷറിലും എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വേറെ ജോലികൾ ഒരു 3 ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഈ 17 വർഷം കൊണ്ട് ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ട്രൈ ചെയ്താലും വേറെ ഒരു ബാങ്കിലേ കിട്ടുകയുള്ളൂ. വേറെ ഒരു ഫീൽഡ് മാറി നോക്കാനോ ഒന്നും അതിനുള്ള സൗകര്യമൊന്നും ഉണ്ടാവില്ല. ഞാൻ ഏത് ബാങ്കിൽ ചെന്നാലും ഇത് തന്നെയായിരിക്കും, ഒരു ടൈറ്റിൽ റോളിൽ ഇരിക്കുമ്പോൾ ഇത് തന്നെയായിരിക്കും അവസ്ഥ എന്നുള്ളതറിയാം. എന്നാലും ഞാൻ വേറെ ബാങ്കിലും ട്രൈ ചെയ്തു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അന്നെല്ലാം ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മെറിറ്റിൽ, കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, എൻ്റെ മെറിറ്റിൽ തന്നെ വിശ്വസിച്ചുകൊണ്ടാണ് ഇരുന്നത്. പക്ഷേ എനിക്ക് ആ ഇൻ്റർവ്യൂ അതിൻ്റെ സെക്കൻഡ് ലെവല് പാസ്സാവാൻ സാധിച്ചില്ല. സോ വീണ്ടും അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. അങ്ങനെയുള്ള പ്രയാസഘട്ടങ്ങളിൽ ഇരിക്കുമ്പോൾ ഞാൻ എന്നും ഉടമ്പടി തൈലം വിശ്വാസപ്രമാണം ചൊല്ലി നെറ്റിയിൽ കുരിശ് വരച്ചിട്ടാണ് ഞാൻ എന്നും ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നത്തെ ഒരു ദിവസം കടന്നു പോകണം, സ്മൂത്തായിട്ട് കടന്നു പോകണം എന്നുള്ള ചിന്തയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ എന്നാലും പ്രഷറും കാര്യങ്ങളും എല്ലാം സൈഡിലുണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരുന്നു. അതിനുശേഷമാണ് എൻ്റെ ഒരു ഫ്രണ്ട് വഴി എനിക്ക് വേറൊരു ജോബ് ഓഫർ വന്നത്.
അത് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫീൽഡാണ്. ചെന്നൈയിലാണ് വർക്ക് ചെയ്യേണ്ടത്. ആൻഡ് എൻ്റെ എക്സ്പീരിയൻസ്, ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് ഒന്നും കൺസിഡർ ചെയ്യാതെ, എനിക്ക് വേറെ ഫീൽഡിലാണെന്നുള്ള എക്സ്പീരിയൻസ് എന്നുള്ള കൺസിഡർ ചെയ്യാതെ അവരെന്നെ സാലറി ഹൈക്കോട് കൂടി ജനറൽ മാനേജർ എന്നുള്ള റോളിലേക്ക് അവർ റിക്രൂട്ട് ചെയ്തു. ഞാനിപ്പം കഴിഞ്ഞ മാസമാണ് അവിടെ ജോയിൻ ചെയ്തത്. ഞാൻ അവിടെ ഓഫർ ലെറ്റർ കിട്ടിയപ്പോഴും ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ടെൻഷനായിരുന്നു. എനിക്കറിയാവുന്ന ജോലിയല്ല ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇത്രയും വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ജോലിയല്ല. സോ എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് എനിക്കറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞാൻ അച്ഛൻ്റെ അടുത്ത് ഓഫർ ലെറ്റർ കൊണ്ടുവന്ന് അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛൻ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞു, ഈ ജോലിയിലെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും, വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാനിപ്പോൾ 1 മാസമായിട്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡെയിലി ജോലിക്ക് പോകുമ്പോഴും ഞാൻ അതൊരു വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരച്ചിട്ട് പോകുന്നത് എനിക്കിപ്പോൾ ഒരു പതിവാണ്. എന്നാലേ ഒരു ദിവസം തുടങ്ങാൻ എനിക്കൊരു ശക്തി കിട്ടുന്നുള്ളൂ. ആ ഒരു രീതിക്കാണ് പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് ബൈബിളിൽ ഏറ്റവും ഇതായിട്ടുള്ള വചനം എന്ന് പറഞ്ഞാൽ ജെറമ്യ 29:11 അതിൽ പറയുന്നത് പോലെ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതൊരിക്കലും നിൻ്റെ നാശത്തിനല്ല, നിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ ഒരു എൻ്റെ ജീവിതം, ഇതുവരെ എത്തി നിൽക്കുന്ന ജീവിതം, സത്യം പറഞ്ഞാൽ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമുള്ള ജീവിതം, ഞാൻ വിചാരിക്കുന്ന രീതിയിലല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് 2024 എനിക്ക് ഏറ്റവും പ്രതിസന്ധികൾ നിറഞ്ഞ വർഷമായിരുന്നു. എൻ്റെ ഏറ്റവും സപ്പോർട്ട് ഉണ്ടായിരുന്നത് എനിക്ക് എൻ്റെ പാരൻസ് ആയിരുന്നു. ഒരു 6 മാസത്തെ ഗ്യാപ്പിൽ എനിക്ക് 2 പേരെ നഷ്ടപ്പെട്ടു. 2 പേരും കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ഞാൻ എൻ്റെ പ്രയാസങ്ങളും എല്ലാം വന്ന് പറഞ്ഞിരുന്നത് എൻ്റെ പാരൻസിൻ്റെ അടുത്താണ്. എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവരുടെ അടുത്ത് വന്ന് പറയും, അവരുടെ അടുത്ത് വന്ന് കരയും. ആ ഒരു രീതിക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് അവർ പോയപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഉണ്ടായിരുന്ന മെറിറ്റ് പെട്ടെന്ന് 0യിലേക്ക് വന്നത് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റി. ആ ഒരു ലൈഫെന്ന് പറഞ്ഞാൽ ഒരു ബലൂൺ വീർപ്പിച്ച് കയ്യിൽ പിടിച്ചിട്ട് പെട്ടെന്ന് കയ്യിൽ നിന്ന് വിട്ടു പോകുമ്പോൾ ഉള്ളൊരു ഫീലിംഗ്, ആ ഒരു ശൂന്യതയായിരുന്നു എനിക്ക് അനുഭവപ്പെട്ടത്. പക്ഷേ അതെനിക്ക് പറയാൻ ആരുമില്ല, ആരോട് പറഞ്ഞ് സങ്കടപ്പെടുമെന്നും എനിക്കറിയില്ല. ആ ഒരു അവസ്ഥയിൽ നിന്നപ്പോൾ ഞാൻ പിന്നീടാണ്, ഇപ്പോൾ 1 വർഷത്തോളം ആവാറായി, പിന്നീടാണ് ദൈവത്തിലേക്ക് കൂടുതലെടുത്തതും മാതാവിലേക്ക് കൂടുതലെടുത്തതും. അതിനു മുന്നേ പ്രാർത്ഥിക്കും, പള്ളിയിൽ പോകും എന്നുള്ളതല്ലാതെ പിന്നീട് ഞാൻ കൂടുതൽ ധ്യാനങ്ങൾ കേൾക്കാനും പഴയ ധ്യാനങ്ങൾ കേൾക്കാനും ഡെയിലി ബ്രെഡിൽ മുടങ്ങാതെ പങ്കെടുക്കാനും കുർബാന മുടങ്ങാതെ കാണാനും 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കാനും അതെല്ലാം എനിക്ക് സാധിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ മമ്മിയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് വന്നത് കൃപാസനത്തിലാണ്. ഞങ്ങൾ അന്ന് ആദ്യം വന്നതായിരുന്നു. മമ്മി അവസാനമായിട്ട് പുറത്തിറങ്ങിയത്. മമ്മിക്ക് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫ്രണ്ടിലുള്ള മാതാവിൻ്റെ രൂപത്തിൽ ഇവിടെയുള്ള ബ്രദേഴ്സ് എടുത്തു കയറ്റിയാണ് മമ്മിയെ അവിടെ എത്തിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, മമ്മി എന്നെ മാതാവിൻ്റെ കയ്യിൽ കരം പിടിച്ചു കൊടുത്തിട്ടാണ് കർത്താവിൽ നിദ്ര പ്രാപിച്ചത്. സോ അത് കഴിഞ്ഞ് എനിക്കെൻ്റെ മാതാവാണ്, ഞാൻ എല്ലാം പറയുന്നത് എൻ്റെ മാതാവിൻ്റെ അടുത്താണ്. മാതാവിൻ്റെ അടുത്ത് ഞാൻ കരയും, വർത്തമാനം പറയും, എല്ലാം ചെയ്യാറുണ്ട്. പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം സത്യം പറഞ്ഞാൽ ഈ ഒരു വർഷം കൊണ്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നുള്ളത്. ഞാൻ പ്ലാൻ ചെയ്യുന്നതേ അല്ല എനിക്ക് നടക്കുന്നത്. പെട്ടെന്നുള്ളൊരു ലിഫ്റ്റിംഗ് ആയിരുന്നു. ഒത്തിരി ഡാഡിയും കൂടി മരിച്ചു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് വീട്ടിൽ വരാൻ സാഹചര്യം ഉണ്ടായതും. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു ജോബ് ഓഫർ തന്നതും. എല്ലാം അതിനൊരു ഈ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ പ്ലാനിങ് തന്നെയാണ്. ദൈവം ആ ഒരു വഴിക്ക് എത്തിച്ചു. അത് നമുക്ക് പ്രതിസന്ധികൾ നിറഞ്ഞ പരീക്ഷണങ്ങൾ നിറഞ്ഞ ഘട്ടമാണെങ്കിലും അത് തരണം ചെയ്യാനുള്ള മാനസിക ധൈര്യവും എല്ലാം ദൈവവും എൻ്റെ മാതാവും എനിക്ക് തരുന്നുണ്ട്. മുന്നോട്ടുള്ള ജീവിതവും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതെൻ്റെ 7ാമത്തെ ഉടമ്പടി പുതുക്കലാണ്. ഞാൻ ഇപ്പോൾ ഉള്ള ഉടമ്പടിയിൽ ഞാൻ വെച്ചിരിക്കുന്നതും ആദ്യത്തെ നിയോഗം എനിക്ക് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാവുന്നതിനും ഉടമ്പടിയിൽ
ജീവിതകാലം മുഴുവൻ ഉടമ്പടിയിൽ ജീവിക്കുന്നതിനും നിത്യജീവൻ പ്രാപിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. ആ നിയോഗം എഴുതുന്ന സമയത്ത് തന്നെ എനിക്ക് മുല്ലപ്പൂ വാസന അനുഭവപ്പെട്ടു. അതിനു മുന്നേ ഞാൻ ഉടമ്പടി എടുത്ത് ചെന്ന അന്ന് രാത്രി സ്വപ്നത്തിൽ നമ്മളിപ്പോൾ ഒരു വീട്ടിലേക്ക്, ഒരു പുതിയ വീട്ടിലേക്കൊക്കെ ഒരു ഷെൽഫിലേക്ക് ഒരു മാതാവിൻ്റെ രൂപം എടുത്ത് സ്ഥാപിക്കുന്നത്, അങ്ങനെയുള്ളൊരു സ്വപ്നമാണ് എനിക്ക് കണ്ടത്. ഞാൻ അന്ന് തന്നെ ഞാൻ മമ്മിയുടെ അടുത്ത് പറയുകയും ചെയ്തായിരുന്നു, ഇനി നമ്മൾ പേടിക്കേണ്ട മമ്മി, എല്ലാ പ്രയാസങ്ങളും മാറും, ഇനി മാതാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് പ്രശ്നങ്ങളുണ്ടായെങ്കിലും ഓരോ സമയത്തും ദൈവം എന്നെ താങ്ങി നടത്തിയിട്ടുണ്ട്. എല്ലാ പ്രയാസങ്ങളും തരണം ചെയ്യാനുള്ള ശക്തി എനിക്ക് തന്നിട്ടുണ്ട്. ഇനിയും എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പം നമ്മൾ വീട്ടിൽ എന്ത് ചെറിയ അസുഖമാണെങ്കിലും എൻ്റെ മോൾക്ക് വരെ വിശ്വാസം എന്ന് പറഞ്ഞാൽ മരുന്ന് കഴിക്കുന്നതിനേക്കാൾ ഉടമ്പടി തൈലം നെറ്റിയിൽ പൂശുകയും ഉപ്പ് കഴിക്കുകയും ചെയ്യുമ്പോഴാണ് അവൾക്കും അതൊരു ധൈര്യം കിട്ടുന്നത്, അസുഖം മാറും എന്നുള്ളത്. ഇനിയും ഒരുപാട് അനുഭവങ്ങളുണ്ട്. എൻ്റെ ബ്രദറിൻ്റെ ഒരു കേസിൻ്റെ കാര്യമുണ്ട്. പക്ഷേ അതെല്ലാം അവരുടെ ഫാമിലിയും കൂടി വന്നിട്ട്, ബ്രദർ വന്നിട്ടുണ്ടെങ്കിലും ഫാമിലിയും കൂടി വന്നിട്ട് പറയാമെന്നാണ് സിസ്റ്റർ പറഞ്ഞത്. വീണ്ടും ഞങ്ങൾക്ക് ഞാൻ മെയിനായിട്ട് എടുത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ ആണെങ്കിലും അതിനിയും ഇതുവരെ നടത്തിയ ദൈവം എന്നെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള പ്രത്യാശയോടുകൂടി തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങളും മാറുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ അനാഥാലയങ്ങളിലും വൃദ്ധസദനങ്ങളിലുമാണ് മെയിനായിട്ട് ശുശ്രൂഷ ചെയ്യാറുള്ളത്. സാമ്പത്തികമായി സഹായങ്ങൾ ചെയ്യാറുണ്ട് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ. അല്ലാതെ എന്ത് സെലിബ്രേഷൻ ആണെങ്കിലും, വീട്ടിൽ മോളുടെ ബർത്ത്ഡേ അങ്ങനെയുള്ള സെലിബ്രേഷൻസ് ആണെങ്കിലും ഞങ്ങൾ വൃദ്ധസദനങ്ങളിലാണ് ആഘോഷിക്കാറുള്ളത്. അപ്പോൾ അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു നിറവാണ്. മക്കൾ പോലും കാണാൻ വരാത്ത സാഹചര്യത്തിൽ നമുക്കവരെ പോയി കാണാനും അവരുടെ സന്തോഷത്തെ പങ്കുചേരാനും സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രങ്ങൾ പള്ളികളിലാണ് മെയിനായിട്ട് വിതരണം ചെയ്യാറുള്ളത്. ഞാൻ എൻ്റെ ഈ അനുഭവങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വിതരണം ചെയ്യുന്നത്. എന്നാലും വാങ്ങിക്കാത്തവരുണ്ട്. വാങ്ങിക്കാത്തപ്പോൾ ഞാനും മോളും കൂടി പോയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം മോള് ചോദിക്കും, മമ്മി അവരത് വാങ്ങിയില്ലല്ലോ എന്ന് പറയും. അപ്പോൾ അന്നേരം ഞാൻ പറയും, മോളെ അവർ മാതാവിൻ്റെ അടുത്ത് എത്താനുള്ള സമയമായിട്ടില്ല, സമയമാകുമ്പോൾ അവർ വാങ്ങിക്കോളും എന്ന് പറയും. അപ്പോഴാണ് അവൾക്കും സമാധാനമാവുന്നത്. ആ ഒരു രീതിക്കാണ് ഞാൻ എൻ്റെ എല്ലാ അനുഭവങ്ങളും പറഞ്ഞുകൊണ്ടാണ് ഞാൻ പത്രം കൊടുക്കാറുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ദേവമാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. സങ്കീർത്തനം 107:20 അവിടുന്ന് തൻ്റെ വചനമയച്ചവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടിവിച്ചു. യേശുവിൽ പ്രിയമുള്ളവരെ, അൽന രാജുവിൻ്റെ സാക്ഷ്യം നമ്മോട് പറയുന്നത് ഉടമ്പടി ഇനി നിത്യത വരെ കൂടെ കൊണ്ടു നടക്കുമെന്ന്. ഉടമ്പടി വിട്ടൊരു ജീവിതം ഇനി എനിക്കില്ല. ഉടമ്പടി ജീവിതമാണ് എൻ്റെ ഏറ്റവും വലിയ ആനന്ദം. അതിനെൻ്റെ മാതാപിതാക്കൾ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് അവരെ മോളുടെ അടുത്ത് സമർപ്പിച്ചു, മോളെ സമർപ്പിച്ചു മാതാവിൽ. അതിൻ്റെ വലിയ ശക്തിയാണ് ആ മോൾക്ക് കിട്ടിയത്. ആ ഉടമ്പടി ജീവിതത്തിൽ നിൽക്കുവാനുള്ള വലിയ കൃപ കൊടുത്തത്. അതുകൊണ്ട് അവരുടെ വേർപാടിൽ അവർക്ക് സങ്കടമില്ല. 2, 3, 4 ദിവസമൊക്കെ സങ്കടമുണ്ടായിരുന്നു. കാര്യം അമ്മ കൊടുത്തതല്ലേ, അമ്മയിൽ സമർപ്പിച്ചതല്ലേ. അതുകൊണ്ട് അവൾക്ക് പിന്നെ പ്രയാസപ്പെടേണ്ട കാര്യമില്ലെന്ന്. 10 വർഷക്കാലമായി നടുവ് കൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതെ വിഷമിച്ച് അരമണിക്കൂർ സമയമെങ്കിലും കുനിഞ്ഞു നിന്നാൽ മാത്രമേ ഒന്ന് നിവർന്ന് നിൽക്കാൻ പറ്റുകയുള്ളായിരുന്നു. പല മരുന്നുകൾ കഴിച്ചിട്ടും അവിടെ ഒന്നും മാറിയില്ല. എന്നാൽ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും അച്ഛൻ്റെ ബ്ലെസ്സിങ്ങിൽ പങ്കെടുക്കുകയും അച്ഛൻ്റെ കൈവെപ്പിലൂടെ ആ അസുഖം ഉടമ്പടി എടുക്കാനായി ഇവിടെ കടന്നു വന്ന് അമ്മയെ ഒന്ന് കണ്ടപ്പോൾ തന്നെ അത് മാറ്റിയെടുത്തു. അമ്മക്ക് ചെയ്യുന്ന ഇതാ, പരിശുദ്ധ അമ്മ തന്നെ തൊട്ടു, അതാണ് നടുവേദന മാറിയത്. പിന്നീടൊന്നും മരുന്ന് കഴിച്ചിട്ടില്ലെന്നാണ് മോള് പറയുന്നത്. അതിനുശേഷം 17 വർഷക്കാലം ജോലി മേഖലയിലുണ്ടായ കഷ്ടപ്പാടുകൾ, വേദനകൾ അതെല്ലാം പരിശുദ്ധ അമ്മയിൽ സമർപ്പിച്ചു. ഉടമ്പടി തൈലമെടുത്ത് അഭിഷേകം ചെയ്ത്, അഭിഷേക തൈലമാണ്,
ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ബലിയർപ്പണം കഴിഞ്ഞ് അത് ബ്ലസ് ചെയ്ത് നമ്മൾക്ക് തരുമ്പോൾ അമ്മയുടെ കൈവെപ്പും ഈശോയുടെ സംരക്ഷണവും ഉണ്ട് നമുക്ക്. ആ ഉടമ്പടി തൈലം എടുത്ത് നെറ്റിയിൽ കുരിശിട്ട് ആണ് ജോലി സ്ഥലത്ത് പോകുന്നത്. എന്നും അത് ചെയ്യാറുണ്ട്. ഉടമ്പടി പ്രാർത്ഥനയും ചൊല്ലാറുണ്ട്. സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ ലൈറ്റ് വെയ്റ്റായിട്ട് അവളുടെ കാര്യങ്ങളെല്ലാം റെഡിയാക്കുകയാണ്. ഇതാണ് നോട്ട് ബൈ മെറിറ്റ്, വൺ ബൈ ഗ്രേസ്. അമ്മ നടത്തി കൊടുക്കുന്നതിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അമ്മ തൻ്റെ അടുത്ത് ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ പുത്രനിലേൽപ്പിച്ച് ഇത് കാനായിലെ കല്യാണ വിരുന്നിൽ നടന്ന വലിയ അത്ഭുതം ഈ മോളുടെ ജീവിതത്തിൽ പ്രകടമാക്കി. ഇപ്പോൾ വലിയ ജോലി. ആ ബാങ്കിലുണ്ടായിരുന്നപ്പോൾ ഉണ്ടായ ടെൻഷനും അതിൽ എനിക്ക് എന്ത് സംഭവിക്കുമോ എന്ന പോലും അറിയാതെ ഡിപ്രഷൻ മേഖലയിൽ വരെ വന്നതായിരുന്നു. എന്നാൽ അമ്മ മാതാവ് അവളെ സംരക്ഷിച്ചു, പുതിയ ജോലിയിലേക്ക് ഏർപ്പെടുത്തി. ഒരു മെരിറ്റും കൂടാതെ ഒരു ഗ്രേസ്, അമ്മയുടെ ഗ്രേസ് കൊണ്ട് അത് സാധിച്ചു കിട്ടി. ഇപ്പോൾ ജോലി മേഖലയിൽ ഒരു പ്രയാസവുമില്ല. ഇതാണ് അമ്മ ചെയ്തത്. നമുക്ക് മനുഷ്യകരങ്ങളിലല്ല, കർത്തകരങ്ങളിലാണ് നമ്മെ തന്നെ അർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാതം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. നേർച്ച വസ്തുക്കൾ ഉപയോഗവും യൂട്യൂബിലുള്ള പ്രാർത്ഥനയും ഡെയിലി ബ്രെഡിലുള്ള സാന്നിധ്യവും അത് പങ്കുവയ്ക്കലും അത് ഷെയർ ചെയ്യുന്നതും അത് സ്റ്റാറ്റസ് ഇടുന്നതിലും മടി കാണിച്ചില്ല മോള്. ഇതാണ് ഉടമ്പടി ജീവിതം. പ്രാർത്ഥനയല്ല, പ്രവൃത്തിയാണ് ഉടമ്പടി ജീവിതം. അങ്ങനെ പ്രവൃത്തിയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ അമ്മ മാതാവ് മോളെ ജീവനോടുകൂടി ആൾത്താരെ പ്രത്യക്ഷപ്പെട്ട സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ ഇടയാക്കി. എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം ആർക്കെങ്കിലും എടുത്തു കൊടുത്താൽ അത് ദൈവമഹത്വത്തിന് വേണ്ടിയുള്ളതെന്ന് ഈശോ പറയാറുണ്ട്. പറഞ്ഞ വചനമാണ്. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മ വഴി ഈ മോൾക്ക് നൽകിയ വൻ കൃപകൾക്ക് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് കോടാനകോടി നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.